ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കപ്പവാട്ടാണ് കേട്ടോ. അതും പഴയകാല ഒരു ഓർമ്മ പോലെയാണ്. പണ്ടൊക്കെ ഒരുപാട് നമ്മുടെ കുഞ്ഞിലേക്കാണ് ഇഷ്ടംപോലെ കപ്പച്ചിരണ്ടി ഒക്കെ ചെയ്തിട്ടുള്ളൊരു പണിയാണ്. ഇപ്പം പിന്നെ നമുക്ക് പന്നി ഒന്നും കൃഷി ചെയ്യാനൊന്നും വിടാത്തതുകൊണ്ടും ഒന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ട് അതൊക്കെ പിന്നിലേക്ക് പോയി. അതൊക്കെ ഒരു ഓർമ്മ മാത്രമായി. ഇന്നുണ്ടല്ലോ ചില കുറേ ദിവസമായിട്ട് അച്ഛൻ വിളിക്കുന്നു. കുറച്ച് ഒരു 10-15 ചൂട് കപ്പ അച്ഛൻ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീടിന് ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട്. അപ്പം എന്തെങ്കിലും ലീവ് കിട്ടുമ്പം എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് അതൊന്ന് വാട്ടി ഉണക്കി എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസമായി വിളിക്കുന്നു. അപ്പം ഇത് ഇന്നലെ ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കൂടെ ഞായറാഴ്ച രാവിലെ പോയി. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും തന്നെ അച്ഛൻ്റെ യൂണിഫോം ആക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെച്ചാൽ പണ്ടേ ഞങ്ങളുടെ കുഞ്ഞിലേ മുതലേ കാണുന്നതാണ് കേട്ടോ. അച്ഛനാണെന്ന് വെച്ചാൽ രാവിലെ തോർത്തൊക്കെ ഒരു വലിയൊരു തോർത്തുണ്ടാവും. ആ തോർത്തൊക്കെ എടുത്ത് അതിൻ്റെ പുറകിൽ ഇതിപ്പോൾ കത്തിയെടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളൊക്കെ അതിന് തുടങ്ങുമെന്ന് പറയും. എല്ലാവരും അതിന് എന്താ പറയുന്നതെന്ന് അറിയില്ല. വെച്ചാൽ കയറയിൽ ഒരു കുളത്തൊക്കെ കെട്ടി പുറകിൽ ഇങ്ങനെ തൂക്കിയിട്ട് അതിലേക്ക് ഒരു കത്തിയൊക്കെ ഇങ്ങനെ, അതായത് നമ്മുടെ വാക്കത്തിയോ അരിവായോ അതും അങ്ങ് തൂക്കിയിട്ട് അങ്ങനെ രാവിലെ ഇറങ്ങും കേട്ടോ പറമ്പിലേക്ക്. മുന്നിൽ ഞങ്ങളുടെ കുഞ്ഞുമലേ കാണുന്നതാണ് അച്ഛൻ്റെ ഈ ഒരു കഷ്ടപ്പാടും കൃഷി രീതിയും ഒക്കെ കേട്ടോ. അപ്പം അങ്ങനെ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ പച്ചക്കറികളാണെങ്കിലും റബ്ബറും തെങ്ങും അതുപോലെ ഏത്തവാഴ കൃഷിയൊക്കെ നല്ലതുപോലെ ചെയ്യുന്നതായിരുന്നു അച്ഛന്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ തെങ്ങിനകത്തൊക്കെ നല്ല രീതിയിൽ ചേനയും ചേമ്പും ഒക്കെ കൃഷി ചെയ്യുമായിരുന്നു. അതും ചേന എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ ഇപ്പോഴത്തെ ചേനകളൊന്നുമില്ല, വലിയ ചേനകളൊക്കെ ഉണ്ടൊന്ന് കിളച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അത്രയ്ക്ക് വലിയ ചേനയൊക്കെ അതുപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യും. പിന്നെയാണെങ്കിൽ നമ്മൾ റബ്ബറൊക്കെ കുഞ്ഞിതായിട്ട് റബ്ബർ നട്ട് വളർത്തുന്ന സമയത്തൊക്കെ അതിലേക്കൂടെ ഇടവേളയായിട്ട് കപ്പ നടും. പിന്നെ അതിനകത്തൂടെ കുറ്റിപ്പയർ അതുപോലെ മത്തനൊക്കെ പടർത്തി അതൊരു ഇടവേള കൃഷിയായിട്ട് അതൊക്കെ ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കുഞ്ഞിലേ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളും അച്ഛൻ ഇതുപോലെ പണിക്ക് ഇറങ്ങുമ്പോഴേ നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞങ്ങളും കൂടും കേട്ടോ. ചേനയൊക്കെ നടുന്ന സമയത്ത് അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചേനയൊക്കെ ഇങ്ങനെ മുറിച്ച് പീസാക്കി എടുത്ത് വെക്കും. അതുപോലെ കുഴികൾ, ചേന നടാനുള്ള കുഴിയൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പം ഞങ്ങളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ചേന പീസുകളെല്ലാം ഓരോ കുഴിയുടെ അടുത്തും കൊണ്ടുപോയി വെക്കുവേ. പിന്നെ എന്താ വെച്ചാൽ കരിയില, അതുപോലെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാനുള്ള കരിയില എല്ലാം വാരി ചാക്കിനകത്തൊക്കെ നിറച്ച് അതും കൊണ്ടുപോയി വെക്കും. പിന്നെ എന്താ വെച്ചാൽ അതുപോലെ ചാണകപ്പൊടി, ഇഷ്ടംപോലെ ചാണകപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പശു ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചാണകപ്പൊടി നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങണ്ടായിരുന്നു. അതുപോലെ ചാണകപ്പൊടി കൊണ്ടുപോയിട്ട് ഇതുപോലെ ചേന നടുന്ന കുഴിയുടെ കരയിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ അതും കൊണ്ടുപോയി വെക്കുവേ. പിന്നെ അതുപോലെ അച്ഛന് മരത്തെ കയറിയിട്ടാണെങ്കിലും പച്ചിലകളൊക്കെ കൊത്തി ഇട്ട് വെക്കും. അതൊക്കെ എടുത്തും ഇതുപോലെ ചേന നട്ടിട്ട് മുകളിൽ വെക്കാൻ അങ്ങനെയൊക്കെ കൊണ്ട് കൂടത്തിൽ ഞങ്ങളും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അച്ഛൻ ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമുക്കും അറിയാം കേട്ടോ. കുറേശ്ശെയായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചേന നടുമ്പോഴും ചേമ്പ് നടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ കുറേശ്ശെ കണ്ട്. അതുപോലെ പശുവുള്ള സമയത്താണെങ്കിൽ നമ്മൾ പുല്ലിന് പോകാനും ഒക്കെ അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാകും കൂടെ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയൊക്കെ നമുക്ക് പണികളും അറിയാം കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ആണെങ്കിലും അച്ഛനൊക്കെ ചെയ്യുന്ന കണ്ട് വളർന്നതാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ പറമ്പിലെ പണികളുടെ അച്ഛനെ കൊടുത്ത് സഹായിക്കാനും വീട്ടിലെ പണികളും പശുവിനെ നോക്കണമൊക്കെ നല്ല ബുദ്ധിമുട്ടും നല്ലതുപോലെ കഷ്ടപ്പെട്ടതുമാണ് കേട്ടോ. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടതുകൊണ്ട് ഇപ്പം അങ്ങനെ വെറുതെ ഇരിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതുപോലെ പന്നിയൊന്നും അങ്ങനെ തരാത്തതുകൊണ്ടാണ്, കാരണം പന്നി നശിപ്പിക്കുന്നതുകൊണ്ടാണ് നടാനും മടി. അല്ലെങ്കിൽ നട്ട് കഴിഞ്ഞാലൊക്കെ ആണെങ്കിലും നല്ലതുപോലെ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. അപ്പം എന്നാലും അങ്ങനെ പന്നി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടേ അധികം വളമൊന്നും അച്ഛനെ ഇട്ടിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ നല്ലതുപോലെ കപ്പയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച അച്ഛൻ എന്നാ ഇതിന് വളവിട്ടെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞതെന്നു വെച്ചാൽ ഞാൻ ഒരു വളവും ഇട്ടില്ല, എന്തിനാണ് വളവിടുന്നത്, പന്നിക്ക് കൊടുക്കാനാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആണെങ്കിലും വളമൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാതെ കിട്ടിയതാണ് ഇത്ര കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്നത് പൊളിച്ചെടുക്കുവാണ്. എന്നുവെച്ചാൽ പണ്ടൊക്കെ ചിലരൊക്കെ ചിരണ്ടിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ചിരണ്ടി എടുക്കുമ്പോഴേ നമ്മളിത് വാട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേവിക്കാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുമ്പം അതിൻ്റെ സൈഡിലേക്കൂടെ വീണ്ടും നമുക്ക് കുറേ തൊലിയൊക്കെ പൊളിച്ച് കളയാൻ കാണും. അതൊരു മടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പൊളിക്കുകയാണ് ചെയ്യുന്നത്. പൊളിക്കുവാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, വെള്ളത്തിലിട്ട് കുത്തി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലിയൊന്നും കളയാനില്ല. അപ്പം അങ്ങനെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാം വട്ടത്തിലിരുന്നതാ അതുപോലെ പൊളിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അമ്മ ആണെങ്കിലും ഞങ്ങൾക്ക് ചായയും കടിയും ചോറും കറിയൊക്കെ ആക്കണ്ടേ. അപ്പോൾ അമ്മ അതിൻ്റേതായ ഇതിലേക്ക് പോയി. ഞങ്ങൾ ഇത് കപ്പയൊക്കെ പൊളിച്ച് വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഈ അരിയുന്ന പണി അച്ഛന് കൊടുത്തു കേട്ടോ. അച്ഛനാണെങ്കിലും ഇതിൽ നല്ല എക്സ്പേർട്ടാണ്. അതുകൊണ്ട് അച്ഛന് അരിയാനുള്ള പണി കൊടുത്തുകൊണ്ടില്ല. എത്ര അതായത് മുന്നേ അങ്ങനെ ചെയ്ത്
ശീലമുള്ളത് കൊണ്ട് അച്ഛൻ പറയും, അച്ഛൻ്റെ കുഞ്ഞിലെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കപ്പ ചെത്താനും അങ്ങനെയൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല രീതിയിൽ സംഭവങ്ങളൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ ചെത്തുന്ന പണി, കപ്പ ചെത്തെന്ന് പറയല്ലേ, ചെത്തുന്ന പണി ഇതാ അച്ഛൻ ഏറ്റെടുത്തു. പണ്ടൊക്കെ അതിൻ്റേതായ പ്രത്യേക കത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പോഴും അങ്ങനത്തെ കത്തിയൊക്കെ അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ ഇല്ലെങ്കിലും അത് കണ്ടില്ലേ, അതുപോലെ കത്തിയൊക്കെ അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛനങ്ങനെ നമ്മുടെ കപ്പ ഇതുപോലെ ചെത്തിയിട്ടു. അപ്പം ഞാനെന്താ വെറുതെ ഇരിക്കുക, നിങ്ങൾ വിചാരിക്കും ഇതാ അച്ഛനെ എല്ലാം ഏൽപ്പിച്ചിട്ട് ഞാനിവിടെ വെറുതെ ഇരിക്കാമെന്നൊന്ന് വിചാരിക്കണ്ട കേട്ടോ. നമുക്ക് ഉപ്പേരിക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൈഡിലിരുന്നിട്ട് ഇതാ അത് കുറച്ച് അരിഞ്ഞെടുത്ത് വെക്കുവാണ്. അപ്പോൾ ഉപ്പേരിക്കപ്പയ്ക്ക് നമ്മളിതുപോലെ കനം കുറച്ചൊക്കെ അരിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ചൂട് ചായയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാനൊക്കെ ഇതുപോലെ എടുക്കാമല്ലോ. അപ്പം അങ്ങനെ അത് ഞാൻ സൈഡിൽ നിന്ന് അരിഞ്ഞു. അപ്പോൾ അച്ഛനങ്ങനെ കപ്പയെ ഫുള്ളായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്ത്. അപ്പം നമ്മളിതാ അതിനുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ മുറ്റത്ത് റെഡിയാക്കി വലിയ ചെരുവത്തിൽ വെള്ളവും അടുപ്പിൽ വെച്ചിട്ടോ. അപ്പം നമ്മുടെ കപ്പ അതായത് ചെത്തി കഴിഞ്ഞപ്പോഴേ പൊളിച്ച് കഴിഞ്ഞപ്പോൾ കഴുകിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് കഴുകി എടുക്കുകയാണെങ്കിലും മണ്ണൊക്കെ പോയിട്ട്, പണ്ടൊക്കെ ഇഷ്ടംപോലെ കപ്പയൊക്കെ ഉള്ളപ്പോൾ ആരെങ്കിലും ഇതുപോലെ കഴുകുമല്ലേ, അപ്പം തന്നെ അങ്ങോട്ട് ചെത്തി, അതായത് ചിരണ്ടി, ഇതുപോലെ പൊളിക്കുമല്ല ചിരണ്ടി എടുക്കും, അങ്ങനെ തന്നെ വാട്ടിയെടുക്കും. എന്നിട്ട് മണ്ണിലാണെങ്കിലും മണ്ണിൽ കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊക്കെ അതിൽ കുറേ മാറ്റം വന്നല്ലേ. അപ്പം ഞാനൊന്ന് കഴുകി ജസ്റ്റ് അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ടാ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാതെ ചെറുതായിട്ടൊന്ന്, അതായത് ഒന്ന് കളർ മാറി ഒന്ന് വാടി വരുമല്ലേ ചെയ്യാവുള്ളൂ. അപ്പം അങ്ങനെ അത്യാവശ്യം അതിൽ കൊള്ളുന്ന രീതിയിൽ, സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ പണ്ടത്തെ ഓർമ്മകൾ. കാരണം എന്നാ വെച്ചാൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അച്ഛനാണ്. അപ്പം അച്ഛൻ ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എന്താ പറയുക, പ്രായമൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒക്കെ നമ്മളും കൂടി ഒക്കെ സഹായിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കതുകൊണ്ട് കുറച്ചൊക്കെ ഇതിനെപ്പറ്റി പഠിക്കാനും പറ്റിയല്ലോ. അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് കളറ് മാറി ഒരു ചെറിയ മഞ്ഞ വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരാനായിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു പായൊക്കെ ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാടി വരുമ്പോഴത്തേക്കും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇപ്പുറത്താക്കി വെക്കണമല്ലോ. അപ്പം ഞാനിതൊരു പായൊക്കെ ഇട്ടിട്ട് അവിടെ റെഡിയാക്കി വെച്ച്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ ആയിട്ട് കോരി നമുക്ക് പായിലേക്ക് നിരത്തി കൊടുക്കണം. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ കുമ്പത്തിലൊക്കെ ഇടയ്ക്കൊരു മഴ വരാനുണ്ട്. അതൊന്നും ചിന്തിക്കാൻ പോലും വരും. ഇതുപോലെ കപ്പയൊക്കെ വാട്ടിയിട്ട് കഴിയുമ്പോഴേ ആ ഒരു മഴ തൂളി വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓടും. അത് ചിലപ്പോൾ അയൽവക്കത്താണ് ഇതുപോലെ കപ്പ വാട്ടിയിട്ടേക്കുന്നെങ്കിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടും. എവിടെയാണോ കപ്പ വാട്ടിയിട്ടേക്കുന്നത് അങ്ങോട്ട് പോയി എല്ലാവരും കൂടെ ചുറ്റുവട്ടത്തുള്ളവരോട് എല്ലാവരും കൂടെ സഹായിച്ചിട്ടൊക്കെ അതായത് പെറുക്കി എടുക്കാൻ കൂടുമായിരുന്നു. അപ്പം അങ്ങനെ ഇതാ എല്ലാം വാട്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വിരിച്ചു. അതിൻ്റെ മുകളിൽ തുണിയും, ഷീറ്റിൻ്റെ മുകളിൽ ഇടുമ്പം എന്താ ചൂട് കൊണ്ട് പ്ലാസ്റ്റിക് അല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലൊരു തുണിയും കൂടെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ചിക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ.